നമ്മുടെ ജീവിതത്തിൽ നല്ല ആളുകളുടെ, നല്ല കൂട്ടുകാരുടെ, ചങ്ങാതിമാരുടെ പ്രാധാന്യം നമ്മുടെയൊക്കെ ഹൃദയമിടിപ്പിൻ്റെ പ്രാധാന്യം പോലെ തന്നെയാണ്. അത് ദൃശ്യമല്ല, പക്ഷേ നിശബ്ദമായി നമ്മുടെ ജീവിതത്തെ അത് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് എത്രയോ ആളുകളാണ് ദിനം പ്രതി കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത് നമ്മുടെ അമ്മയാണ്, പിന്നെ അച്ഛൻ, തുടർന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കൾ, പിന്നീട് സഹോദരങ്ങളും ബന്ധുക്കളും അയൽക്കാരും സുഹൃത്തുക്കളും സഹപാഠികളും സഹപ്രവർത്തകരും ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മക്കളും അവരുടെ കൂട്ടുകാരും തുടങ്ങി എത്ര വലിയൊരു ആൾക്കൂട്ടമാണ് ഒരു മനുഷ്യനോട്, ഒരു വ്യക്തിയോട് അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറുന്നത് എന്ന് ആലോചിച്ചിട്ടില്ലേ? മേൽപ്പറഞ്ഞവർ മാത്രമല്ല, അതും അതിലപ്പുറവുമുള്ള ആളുകൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചുറ്റിപ്പറ്റി വരും. ഇതിൽ നല്ല ആളുകളും മോശം ആളുകളും ഉണ്ടാകും. ഇത്തരം ആളുകൾ സമൂഹത്തിൽ എല്ലായിടത്തും ഒരുപോലെയാണ് കാണപ്പെടുന്നത്. നമുക്ക് അഭ്യുദയം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ എങ്ങനെ പറ്റും? നമ്മളോടുള്ള അവരുടെ കരുതൽ, സ്നേഹം, താല്പര്യം ഇവയൊക്കെ കൊണ്ടാണ്. ഒരാൾക്ക് അഹിതമായിട്ട് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഇവർ ഒന്നും തന്നെ ചെയ്തില്ല. എപ്പോൾ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇവരുടെ ഒരു അദൃശ്യ സാന്നിധ്യം പല സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഉയർച്ചയിലും വളർച്ചയിലും ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നവരാണിവർ. നമ്മുടെ നന്മയ്ക്കായി ഇവർ വഴികൾ ഒരുക്കുന്നതും നമ്മൾ അറിയാറേയില്ല. രക്തബന്ധമുള്ളവരൊന്നും ആകണമെന്നില്ല ഇവർ. കുലീനമായ ചിന്തകൾ, നല്ല വ്യക്തിത്വം, ഇങ്ങനെയുള്ള ആളുകളാണിവർ. അവരുടെ ജീവിതവും അത്രമാത്രം ഉന്നത നിലവാരത്തിലായിരിക്കും. അത് സാമ്പത്തിക ഔന്നത്യം കൊണ്ടല്ല, മറിച്ച് അവരുടെ കുലീനമായ പെരുമാറ്റം, സഭ്യമായ സംസാരം, ഇതൊക്കെ നമുക്ക് കണ്ടു പഠിച്ച് നമുക്ക് ജീവിതത്തിൽ ഉയരാനുള്ള പ്രചോദനമാണ് അവർ നമുക്ക് തരുന്നത്. ഇത്തരം ആളുകളെ മാതൃകകളാക്കി മുന്നേറുകയാണ് നമ്മുടെ ജോലി. ഹൃദയമിടിപ്പിൻ്റെ പ്രാധാന്യം പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇവരുടെ പ്രാധാന്യവും. ഹൃദയമിടിപ്പ് പുറത്തേക്ക് കാണാനാവില്ലെങ്കിലും അതവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. ശുഭദിനം.